Assalamu alaikum dears. Welcome back to my channel. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷ് ആയിട്ട് ചോറിന്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ്. ഇത് ഞാൻ പഴം കൊണ്ട് നല്ലൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. സൂപ്പറാണ്. നമ്മൾ സാധാരണ മാമ്പഴം കൊണ്ട് പൈനാപ്പിൾ കൊണ്ടൊക്കെ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. അടിപൊളി നല്ല ടേസ്റ്റും കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. അടിപൊളി ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു ചെറിയ മധുരവും എല്ലാം ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വലിയ ഒരു പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നമുക്ക് കുറെ കൂടുതൽ വേണമെങ്കിൽ പഴം കൂട്ടി എടുക്കാം. ഈ ഒരു പഴം കൊണ്ട് നമുക്ക് ഒരു 3-4 ആൾക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഒരു പഴുത്ത വലിയ പഴം എടുത്തിട്ട് നീളത്തിൽ 4 പീസായി കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്ത പഴം നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റാം. പിന്നെ വേണ്ടത് ഇത് വേവാൻ ആവശ്യമായ വെള്ളമാണ്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിത് സൈഡ് ഡിഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു കട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. നമുക്ക് എരിവിന് ആവശ്യമായത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് എടുത്ത് കഴുകി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചറാണ്. നമുക്കൊരു ചെറിയ പീസ് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് എന്താക്കാം, ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മളെ പഴുത്ത പഴം ആയതുകൊണ്ട് തന്നെ അധികം വേകേണ്ടൊന്നും വരില്ല. നമുക്കൊന്ന് ഇത് ജസ്റ്റ് വെള്ളം വറ്റിച്ചെടുത്താൽ മതിയാകും. ഇപ്പൊ ഇവിടെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പഴത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിന്റെ ജാറിൽ. പിന്നെ വേണ്ടത് സവോളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചെറിയ പീസ് സവോളയും മഞ്ഞൾപ്പൊടി, ജീരകം, പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒരു മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഞാൻ ഒരു പഴത്തിനായോണ്ട് തന്നെ ഞാൻ എന്താക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ 1.5 ടേബിൾ സ്പൂണോളം തൈര് ഒന്ന് കട്ട ഉടച്ചു വെക്കുന്നുണ്ട്. നമ്മളെ പഴവും തേങ്ങയും മിക്സ് ആക്കിയത് നമുക്ക് എന്താക്കാം, ഒന്ന് നന്നായി തിളച്ച് വെള്ളയിലൊന്ന് വറ്റി വന്നാൽ നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി അടച്ച് മാറ്റി വെക്കാം. ഇതിപ്പം നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് എന്താക്കാം, നേരത്തെ ഉടച്ച് റെഡിയാക്കി വെച്ച നമ്മൾ യോഗേർട്ട് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസാക്കണമെങ്കിൽ നമ്മൾ ഈ തൈരിൻ്റെ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. തണുത്തതിന് ശേഷമാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു മധുരവും കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ നമുക്കിതിന് വറവ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടായാൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
ഞാൻ വെളിച്ചെണ്ണയെന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 2 വറ്റൽമുളക് കട്ട് ചെയ്തത്, പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും, പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയും കട്ട് ചെയ്ത് ഇതിലിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നന്നായി മൂത്ത് വന്നാൽ നമ്മളെ പുളിശ്ശേരിയിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ അടിപൊളി നല്ല കളർഫുള്ളും ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പം എൻ്റെ പുളിശ്ശേരി റെസിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. ഇനി ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.